സംസ്ഥാനത്ത് പുതിയ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ 20-അംഗ മന്ത്രിസഭയാണ് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കറിന് മുൻപിൽ ആയിരങ്ങളെ സാക്ഷി നിർത്തി സത്യപ്രതിജ്ഞ ചെയ്തത്. സംസ്ഥാനത്ത് പുതിയ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള 20-അംഗ മന്ത്രിസഭയാണ് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കറിന് മുൻപിൽ ആയിരങ്ങളെ സാക്ഷി നിർത്തി സത്യപ്രതിജ്ഞ ചെയ്തത്. ലോക്സഭാ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവുമായ രാഹുൽ ഗാന്ധി, കോൺഗ്രസ് അഖിലേന്ത്യാ പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ, പ്രിയങ്ക ഗാന്ധി MP, കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, ആന്ധ്ര മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, മുൻ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ, മറ്റു വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ എന്നിവരും വേദിയിലെത്തി. കഴിഞ്ഞ ദിവസം മുതൽ തിരുവനന്തപുരത്തേക്ക് ഒഴുകിയെത്തിയ ആയിരങ്ങളെ സാക്ഷിയാക്കി മുഖ്യമന്ത്രി V.D. സതീശനാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തതയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യും. തുടർന്ന് രമേശ് ചെന്നിത്തല, P.K. കുഞ്ഞാലിക്കുട്ടി, K. മുരളീധരൻ, സണ്ണി ജോസഫ്, A.P. അനിൽകുമാർ, റോജി M. ജോൺ, ഷിബു ബേബി ജോൺ, അനൂപ് ജേക്കബ്, C.P. ജോൺ, മോൻസ് ജോസഫ്, N. ഷംസുദ്ദീൻ, K.M. ഷാജി, M. ലിജു, P.K. ബഷീർ, ബിന്ദു കൃഷ്ണ, P.C. വിഷ്ണുനാഥ്, V.E. അബ്ദുൽ ഗഫൂർ, K. തുളസി, T. സിദ്ദിഖ് തുടങ്ങി ഏറ്റവും ഒടുവിൽ O.J. ജനീഷാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. കഴിഞ്ഞ 4 പതിറ്റാണ്ടിനിടെ ആദ്യമായാണ് UDF മന്ത്രിസഭയുടെ സമ്പൂർണ്ണ സത്യപ്രതിജ്ഞ നടക്കുന്നത്. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ലോക് ഭവനിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ നൽകിയ ചായസൽക്കാരത്തിന് ശേഷം മന്ത്രിസഭയുടെ ആദ്യ ക്യാബിനറ്റ് യോഗവും ചേർന്നു. ന്യൂസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്ത.